ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് R15 കളക്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ R15 വൻ കളക്ഷൻസ് തന്നെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ RS കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മുടെ യൂത്ത് ഐക്കണായ NS2 പേരുടെ ഡ്രീം ബൈക്കാണ് ഈ MT. അപ്പോൾ ഈ MTയുടെ വൻ കളക്ഷൻസ് തന്നെ ഉണ്ട്. അതുകൂടാതെ ഡൊമിനോർ 400 ബുള്ളറ്റിൻ്റെ കളക്ഷൻ നോക്കിയാൽ അത് ഇപ്പോൾ ഒന്നും തീരൂല. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയും ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആണ്. അത് എല്ലാ ടൈപ്പിലുള്ള ബുള്ളറ്റും ഉണ്ട്. അതായത് ക്ലാസിക്, അതിൻ്റെ ഇടയ്ക്ക് ഒരു തണ്ടർബേർഡ് ഉണ്ട്. അതുകൂടാതെ ഇത് ഇവിടം വരെയും ക്ലാസിക്കിൻ്റെ വൻ കളക്ഷൻസ് തന്നെയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാൻഡേർഡ് വൻ കളക്ഷൻസ് തന്നെയാണ് സ്റ്റാൻഡേർഡിൻ്റെ. ഇത് എണ്ണിയാൽ തീരില്ല, അത്രത്തോളം കളക്ഷൻസ് തന്നെയുണ്ട്. ഇപ്പോൾ ബുള്ളറ്റൊക്കെ നോക്കിയാൽ ബുള്ളറ്റിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പിന്നെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. പൾസറിൻ്റെ 150, അതുകൂടാതെ നമ്മുടെ എക്സിക്യൂട്ടീവ് ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെഹിക്കിളാണ് യൂണിക്കോൺ. അപ്പോൾ യൂണിക്കോണിൻ്റെ കളക്ഷൻസും ഉണ്ട്. അടുത്ത നമുക്ക് സ്കൂട്ടേഴ്സിലോട്ട് വരാം. സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് എണ്ണിയാൽ തീരില്ല, കണ്ടില്ല, അങ്ങേ അറ്റം വരെ ഉണ്ട്. അതിൽ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. അതായത് നമ്മുടെ എൻഡോർക്ക് ഉണ്ട്, ഡിയോ, ആക്സസ്. അപ്പോൾ നമുക്കിത് പറഞ്ഞാലും കാണിച്ചാലും തീരില്ല, അത്രത്തോളം വൻ കളക്ഷൻസ് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മോഡലാവട്ടെ എല്ലാത്തിൻ്റെയും പല ടൈപ്പിലുള്ള കളേഴ്സും അവൈലബിൾ ആണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ പാഷൻ പ്രോ മുതൽ പ്ലാറ്റിന CT100 വൻ കളക്ഷൻസ് തന്നെ. കൂടാതെ നമ്മുടെ HF ഡീലക്സ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ് ഇത്. പിന്നെ അത് കൂടാതെ പ്ലാറ്റിന CT100 അത്യാവശ്യം ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഓപ്ഷനും കൂടിയാണ് പ്ലാറ്റിനം CT100. അറൗണ്ട് 70 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് എത്തുന്ന ഈ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂരിലുള്ള പ്രിയദർശിനി മോട്ടോഴ്സിലാണ്. അപ്പം ലാസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് നല്ല റീച്ചാണ് കിട്ടിയത്. അതുകൂടാതെ ഒരുപാട് എൻക്വയറീസും വന്നിട്ടുണ്ടായി. പിന്നെ ഒരുപാട് വണ്ടികൾ സെയിലായിട്ടുണ്ടായി. പിന്നെ നല്ലൊരു ഓഫേഴ്സാണ് പ്രിയദർശിനി മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ ഓണർ വിളിച്ചിട്ടുണ്ടായി, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. അതുകൂടാതെ ഇവരുടെ ഓഫർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കയ്പമംഗലം 3 വീടികൾക്ക് അടുത്തായിട്ടാണ് വരുന്നത്. പെട്രോൾ പമ്പിന് അടുത്തൊരു റോഡുണ്ട്. ഇനി സ്ഥലം കൺഫ്യൂഷൻ ഉള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവർ വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. അതുകൂടാതെ ഈ ഷോറൂമിന് ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. ഓഫർ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്താലും, അതായത് ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും ഏത് വണ്ടി എടുത്താലും 2 ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൂടാതെ ഫുൾ ടാങ്ക് പെട്രോൾ, അത് ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ്. അതുകൂടാതെ RC ബുക്കിലെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്തുതരും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതിന് പേയ്മെൻറ്റ് മേടിക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മോട്ടോഴ്സ് അത് ഫ്രീ ആയിട്ട് ചെയ്തുതരും. അതുകൂടാതെ 6 മാസത്തെ എൻജിൻ വാറൻറ്റി. ഇത് വേറൊരു യൂസ്ഡ് ബൈക്ക് ഷോപ്പിലും എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇത്രയും നല്ല ഓഫേഴ്സാണ് പ്രിയദർശിനി മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇന്ന് കണ്ടില്ല, ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതുകൂടാതെ നല്ല മഴയുണ്ട്, ഇവിടെ കണ്ടില്ല, അത്യാവശ്യം നല്ല മഴ തന്നെയുണ്ട്. അപ്പോൾ വോയിസ് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല, ചെറിയ രീതിയിൽ, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ബുള്ളറ്റിൻ്റെ കളക്ഷനിൽ നിന്നാണ്. ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ മുതൽ അങ്ങേ അറ്റം വരെയും ബുള്ളറ്റിൻ്റെ കളക്ഷൻസാണ്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, പിന്നെ അതുകൂടാതെ എലക്ട്ര ഉണ്ട്, പിന്നെ ഒരു തണ്ടർബേർഡ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് നോക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നേരെ ക്ലാസിക്കിലോട്ട് പോകാം. നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിൻ്റെ ഒരു സെയിൽസ് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പേരെന്തായിരുന്നു? മുന്നാസ്. അപ്പോൾ മുന്നാസ് എങ്ങനെയാണ്, ഇവിടെ ഒരുപാട് ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. ബുള്ളറ്റ് നമ്മളിൽ ഇപ്പോൾ 2015 മോഡലോട്ട് സ്റ്റാർട്ടിങ് ഉള്ളത്. 2015 മോഡലോട്ട് 2015 മോഡലോട്ട് 2019 ലാസ്റ്റ് 20 വരെയുള്ള വണ്ടികളുണ്ട്, ബുള്ളറ്റ് മാത്രം. ഓക്കെ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റും പ്രൈസ് ഒക്കെ വരുന്നത്? ബുള്ളറ്റിനൊക്കെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. 20,000 രൂപക്ക് ഡൗൺ പേയ്മെന്റ്. അപ്പോൾ 20,000 രൂപ അടച്ചാൽ നമുക്ക് ബുള്ളറ്റ് സ്വന്തമാക്കാം, ബാക്കി മന്ത്ലി EMI ആക്കാം. 2 തരം ഫിനാൻസ് ആണ് ഉള്ളത്. 2 തരം ഫിനാൻസ്. ഇപ്പൊ 20 രൂപ അടക്കണമെങ്കിൽ ലാൻഡ് ടാക്സ് വെച്ച് ചെയ്ത് ഫിനാൻസ് ചെയ്യണം. എമൗണ്ട് കുറച്ചുകൂടി കൂട്ടി അടക്കണമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം വെച്ച് സ്പോട്ട് ലോൺ ചെയ്യാം. സ്പോട്ട് ലോൺ സൗകര്യം ഉണ്ടല്ലോ ഇവിടെ? അതെ. ഓ, അത് നല്ല കാര്യമാണ്. കാരണം ഒരുപാട് ഷോറൂമിൽ അങ്ങനെ ഇല്ല. ചിലപ്പോഴൊക്കെ
അങ്ങനെ ഡിലേയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സ്റ്റാൻഡേർഡിന്റെ കളക്ഷൻസ് സ്റ്റാൻഡേർഡ് 2015 മോഡലോട്ട് 2019 ലാസ്റ്റ് വരെയുള്ള വണ്ടികളുണ്ട്. 2015 മുതൽ 2019 ലാസ്റ്റ് വരെയുള്ള സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 90 രൂപയാണ്. 90 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഓക്കെ, 90 രൂപ മുതൽ സ്റ്റാർട്ടിങ്, 20,000 രൂപ ഡൗൺ പേയ്മെന്റ് എന്നാൽ നമുക്ക് വണ്ടി തുടങ്ങുന്നുണ്ടോ. പിന്നെ അടുത്തത് നമ്മൾ വരുന്നത് ക്ലാസിക്കിലോട്ടാണ്. ക്ലാസിക് 350, ക്ലാസിക് 2018 മോഡലോട്ട്. ഇതൊരു തണ്ടർബേർഡ് ഉണ്ട്. ക്ലാസിക് 2017-18 മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 17-18 മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിനൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് 1.38. 1.38, അതായത് 1,38,000 രൂപ. അപ്പൊ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ്? ഇതിനൊക്കെ സെയിം തന്നെ. 20,000 രൂപ മതി ഡൗൺ പേയ്മെന്റ്. അപ്പൊ ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ നമ്മുടെ കുറച്ച് സ്പോർട്സ് ബൈക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഇപ്പൊ ലാസ്റ്റ് നമ്മള് വേറൊരു MT കണ്ടിട്ടുണ്ടായി, ബ്ലൂ കളർ. അത് സെയിലായല്ലേ? അപ്പൊ പെട്ടെന്ന് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ്, അത് പെട്ടെന്ന് തന്നെ സെയിലായി പോയി. അപ്പോൾ ഇത്തവണ 3 MT ആണുള്ളത്. അപ്പൊ MT ഡീറ്റെയിൽ നോക്കാം. MT 2020 മോഡല്, 19-20 മോഡല്. 2019-20 മോഡലാണ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വരും ഏകദേശം? ഇതിനൊക്കെ ഒരു 35 രൂപ. 35 രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. എത്രയൊക്കെയാണ് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇത് 1.68 മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. 1.68 മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഡൊമിനോർ 400. ഡൊമിനോർ ഇതിന് 400, 250 ഒന്നും അല്ല. 250 അല്ല, 400. എല്ലാം 400 സെയിലായി. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇയറും പ്രൈസ് ഒക്കെ വരുന്നത്? ഇത് 2018 മോഡല്. 2018 മോഡൽ. ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ്. 40 രൂപ ഡൗൺ പേയ്മെന്റ്. പ്രൈസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? 1.50. 1.50. ഓക്കെ. പിന്നെ അതുകൂടാതെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ പൾസറിൽ നിന്ന് പോവാം. പൾസറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പൾസറിൽ നിന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണ്ട. നമുക്കിത് കുറച്ച് വമ്പന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ NS-ഉം RS-ഉം അതെ നമ്മുടെ R15, V4, V3 ഇതെല്ലാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പൾസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. R15. അപ്പോൾ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് വെർഷൻ 3. 2019 ലാസ്റ്റ് മോഡല്. 2020-21 വണ്ടിയാണ് ഇതൊക്കെ. 2020-21 വണ്ടി. അതൊക്കെ അതെ, 20 ലാസ്റ്റ് വണ്ടികളാണ്. 21. ഓക്കെ, ഇതൊക്കെ വെർഷൻ 4. അടിപൊളി സാധനം. ഇതൊക്കെ ഇതിന്റെ ഡൗൺ പേയ്മെന്റും കാര്യങ്ങളൊക്കെ? ഇതിനൊക്കെ ആണെങ്കിലും 35,000 രൂപ വണ്ടി ഇറക്കിയിട്ടുണ്ടാവും. 35,000 രൂപ മാത്രം മതി വണ്ടി ഡൗൺ ഇറക്കാൻ. പിന്നെ ഇതിന്റെ പ്രൈസും ഇയറൊക്കെ എങ്ങനെയാണ്? ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. സ്റ്റാർട്ടിങ് വരുന്നത് 1.50. 1.50 മുതലുള്ളൂ സ്റ്റാർട്ടിങ്. 35,000 രൂപ എന്നാല് വണ്ടി നമുക്ക് ഇറക്കാം. പിന്നെ അത് കൂടാതെ നമ്മുടെ RS, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫേവറേറ്റ് വണ്ടിയാണ് RS. കൂടാതെ ഒട്ടുമിക്ക ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം യൂസ്ഡ് ബൈക്ക് ഷോപ്പിലൊന്നും ഇല്ല ഈ ഒരു മോഡൽ RS-ന്റെ കളക്ഷൻസ്. അപ്പൊ ഇതെല്ലാം മറ്റേ സെയിം കളറാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയോ? ഇത് 2018 മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2018 മോഡൽ മുതലാണ് സ്റ്റാർട്ടിംഗ്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? 1.35 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1.35 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇല്ലേ, ഇവിടെ എല്ലാ വണ്ടികളും നമ്മൾ നോക്കിയാൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് അത്യാവശ്യം നല്ല ടയേഴ്സും എല്ലാം നല്ല കണ്ടീഷൻസ് ആയിട്ടാണ് വണ്ടികൾ ഇരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇത് നമ്മുടെ NS 200 ഉണ്ട്, 160 ഉണ്ട്. NS സ്റ്റാർട്ടിംഗ് വരുന്നത് 88 രൂപ. 88 രൂപ ഡൗൺ പേയ്മെന്റ്. ഇതിനൊക്കെ ഒരു 35-40 രൂപ ഒക്കെ 35-40 രൂപ ഡൗൺ പേയ്മെന്റ്. പിന്നെ നമ്മുടെ ലെജൻഡറി കിങ്. അപ്പൊ ഞാനേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുറത്തൊരു 3 220 ഇരിക്കണ്ടായില്ല. അത് ഇപ്പൊ ഇവിടെ കാണുന്നില്ല. അത് 3 സെയിലായി. നമ്മുടെ ലെജൻഡ് കിങ് ആണ് നമ്മുടെ 220. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2018 മോഡല്. 2018 മോഡല്. ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളും? 93 രൂപ. 93 രൂപ. സിംഗിൾ ഓണർ. ഇതിനൊക്കെ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ ആയിക്കോട്ടാ. കൂടുതലും ചില വണ്ടികൾ മാത്രമേ സെക്കൻഡ് ഓണർ വരെ ഉള്ളൂ. അതൊക്കെ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ ആണ്. ഇതിനൊക്കെ ഒരു ഡൗൺ പേയ്മെന്റ് പറയുന്നത് ഒരു 35 രൂപ ഒക്കെ ഉണ്ടാവും. 35 രൂപ. ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ സ്പ്ലെൻഡർ 2018 മോഡൽ തൊട്ട് 2024 മോഡൽ വരെ ഉണ്ട്. ഒരു 63 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ചൊരു ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പൊ എന്താണ് ഷോപ്പിൽ നിന്ന് തന്നെയുള്ള ഒരാൾ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി വിശ്വാസം വരും. അപ്പൊ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും 6 മാസം എഞ്ചിൻ വാറന്റി ഉണ്ടാവും.
6 മാസം എഞ്ചിൻ വാറന്റി. ഏത് വണ്ടിക്കാലും ഇതിന്റെ ഇടുന്ന എല്ലാ വണ്ടികൾക്കും 6 മാസം എഞ്ചിൻ വാറന്റി ഉണ്ടാവും. ഓക്കെ. ഫുൾ ടാങ്ക് പെട്രോള്, ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ. 2 ഹെൽമെറ്റ്. ഓക്കെ. ഒരു വണ്ടിക്ക് 2 ഹെൽമെറ്റ്. ഓക്കെ. പിന്നെ പേരുമാറല് കാര്യങ്ങളൊക്കെ നമ്മ തന്നെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അതിന് നെയിം ട്രാൻസ്ഫർ എല്ലായിടത്തും ചില സ്ഥലത്തൊക്കെ നല്ല പേയ്മെന്റ് അവർ മേടിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും നല്ല ഓഫേഴ്സും അത് നല്ലൊരു കാര്യം തന്നെ. പിന്നെ അടുത്ത് ഏത് കളക്ഷൻസിലോട്ടാ പോകണം? പിന്നെ സി ബി ഷൈൻ. സി ബി ഷൈൻ 2019 മോഡലുണ്ട്, 2021 മോഡലും ഉണ്ട്. ഓക്കെ. 2019 മോഡലോട്ട് സ്റ്റാർട്ടിങ് ഇപ്പൊ നമ്മളുള്ളത് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 70 രൂപ. 70 രൂപ സ്റ്റാർട്ടിങ്. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇതിനൊക്കെ ഒരു 23-25 രൂപ ഇറക്കി കൊണ്ടുപോകാം. പിന്നെ അടുത്ത് നമ്മുടെ IFC നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മുടെ യൂണിക്കോണിന്റെ കളക്ഷൻ. യൂണിക്കോൺ 150cc. ഒരുപാട് എക്സിക്യൂട്ടീവ് ജോബ്സ് ചെയ്യുന്ന ഇപ്പൊ അഡ്വക്കേറ്റും അങ്ങനെ ഒരുപാട് എക്സിക്യൂട്ടീവ് ടൈപ്പ് ജോബ് ചെയ്യുന്നവർ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് യൂണിക്കോൺ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 2019 ലാസ്റ്റ് മോഡല്. 2019 ലാസ്റ്റ് മോഡല് 83 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഡൗൺ പേയ്മെന്റ് സി ബി ഷൈൻ ഒക്കെ പറഞ്ഞ 25 രൂപ ഡൗൺ പേയ്മെന്റ്. പിന്നെ അടുത്തത് നമ്മുടെ പൾസർ 150. 150 ആണ്. 150. ഇതൊക്കെ ABS വരുന്ന മോഡലാ. ABS ഉള്ള മോഡല്. ഓക്കെ. ഇതിന്റെയൊക്കെ എങ്ങനെയാണ് ഇയറും? ഇതൊക്കെ 19 ലാസ്റ്റ് തന്നെ മോഡല്. 2019 ലാസ്റ്റ്, അതായത് 2020 മോഡൽ. 19 ലാസ്റ്റ് മോഡല്. ഓക്കെ. ഇതിന്റെ ഡൗൺ പേയ്മെന്റ്? ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് ഒരു 30 രൂപ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇറക്കിയുണ്ടോ? 30,000 രൂപ മാത്രം മതി ഡൗൺ പേയ്മെന്റ്. ഇതിന്റെ പ്രൈസ് എങ്ങനെ സ്റ്റാർട്ടിങ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 82 രൂപ. 82 രൂപ. ഓക്കെ. അടുത്തത് നമ്മുടെ ഫസീന ഫേവറേറ്റ് ഒരു കളറാണ് ഈ കാണുന്ന ബ്ലൂ. അപ്പൊ ഫസീനോടെ ഡീറ്റെയിൽ നോക്കാം. ഫസീനോ 2019 മോഡല്. 19 മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? 68 രൂപ സ്റ്റാർട്ടിങ് റേറ്റ്. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിയുണ്ടോ? 20 രൂപക്ക് വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. 20,000 രൂപ മാത്രം മതി ഡൗൺ പേയ്മെന്റ്. ബാക്കി നമുക്ക് മന്ത്ലി EMI ആയിട്ട് കൊടുക്കാം. പിന്നെ അത് കൂടാതെ നമ്മുടെ ജൂപ്പിറ്ററിന്റെ 4 കളേഴ്സ്, 4 കളേഴ്സ് ആണ്. 4 ജൂപ്പിറ്റർ അല്ലേ? 4 ജൂപ്പിറ്റർ തന്നെ. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇത് 2015 മോഡല് 48 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ. 2015 മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. 48 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ ആണെങ്കിലും ഒരു 20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിയുണ്ടോ? 20 രൂപ. 20 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല സ്കൂട്ടേഴ്സിൽ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും, പവറും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഫ്രണ്ടിൽ ഇപ്പൊ ആക്റ്റീവ പോലെ തന്നെ നല്ല സ്പേസും ഇപ്പൊ ഗ്യാസും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ല സ്പേസും കൂടി ഉള്ള വണ്ടിയും കൂടിയാണ്. ഫുൾ ഫിറ്റിംഗ് ഉണ്ടാവും, ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാത്തിലും ഫുൾ കവറാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, സെപ്പറേറ്റ് ഒന്നും ഫിറ്റ് ചെയ്യണ്ട. അലോവിയിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് നമ്മൾ നോക്കണേ ജൂപ്പിറ്ററിന്റെ സെയിം എഞ്ചിൻ വേറെ വിഗോ TVSന്റെ 2020 വണ്ടി. ഇതെങ്ങനെയാണ് പ്രൈസ് ഡീറ്റെയിൽ വരുന്നത്? ഇത് വരുന്നത് 66 രൂപ. 66 രൂപ 2020 മോഡല്. ഡൗൺ പേയ്മെന്റ് ഏകദേശം 20 രൂപ ഉണ്ടെങ്കിൽ ഇത്. അപ്പൊ സ്കൂട്ടേഴ്സ് ഒക്കെ ആവറേജ് എത്രയാണ് ഡൗൺ പേയ്മെന്റ്? എല്ലാം 20,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം. പിന്നെ 30 രൂപ ഉണ്ടെങ്കിൽ 35 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ലോൺ ചെയ്യാം. അരമണിക്കൂർ കൊണ്ട് ലോൺ ചെയ്ത് പാസ്സായി വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ സ്കൂട്ടേഴ്സിന്റെ കാര്യം നോക്കിയാൽ ആവറേജ് ഡൗൺ പേയ്മെന്റ് വരുന്ന ഒരു 30-35 ആണ്. അതായത് ഓരോ ആൾക്കാരുടെ സിവിൽ സ്കോർ അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് TVSന്റെ എൻടോർക്ക് 125. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം. 2019 മോഡലോട്ട് 2021 മോഡൽ വരെ ഉണ്ട്. 65 രൂപ തൊട്ട് റേറ്റ് 65 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് 20 രൂപയാണ്. 20 രൂപ. പിന്നെ ചിലവരുടെ സിവിൽ സ്കോർ ഒക്കെ അത്യാവശ്യം നല്ലതാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ പറ്റുമല്ലോ. പ്രോബ്ലം ആണെങ്കിൽ ചിലപ്പോൾ ഡൗൺ പേയ്മെന്റ് കൂട്ടിയടക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഇത് പ്ലഷർ, ഇത് മാസ്ട്രോ, ഹീറോയുടെ മാസ്ട്രോയും പ്ലഷറും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇതൊക്കെ 2019 ലാസ്റ്റ്. ഇതൊക്കെ 58 രൂപ. 58 രൂപ. ഇത് അത്യാവശ്യം. ഇത് 2018-19 പ്ലഷർ. ഇതൊക്കെ ഒരു 65 രൂപ വരുന്നുണ്ട്. ഓക്കെ. ഇത് കാണുമ്പോ ഒരു 18-19 ആണെന്ന് തോന്നൂല. അതായത് 2024 മോഡൽ പോലെ തന്നെ പുത്തൻ ക്ലെയിം വണ്ടി, സിംഗിൾ ഓണർ, ഗാർഡ് കാര്യങ്ങൾ, ഫുൾ ഫിറ്റിംഗ്, പുതിയ ഷോറൂം വണ്ടി. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ. ഓക്കെ. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി. പിന്നെ അടുത്ത് ആക്സസ് ഒരു വണ്ടിയാണ്. ഇത് 2018 വണ്ടി. 2018. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 66 രൂപ. 66 രൂപ മുതൽ. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒരു 20-22 ആ റേഞ്ച്. പിന്നെ അടുത്ത് നമ്മുടെ സ്കൂട്ടേഴ്സിൽ ഒരുപാട് പേരെ ഫാനായ ഒരു വണ്ടിയാണ് നമ്മുടെ ഡിയോ 2018 മോഡൽ തൊട്ട് 2021 മോഡൽ വരെ ഉണ്ട്.
അതായത് 2018 മുതൽ ഇത് അങ്ങേ അറ്റം വരെയും ഡിയോടെ കളക്ഷൻസ് ആണ്. ഇത് നമ്മുടെ റെപ്സോളിന്റെ ഒരു ഫേവറേറ്റ് മോഡലും കൂടിയാണ്. അപ്പോൾ 2018 മുതൽ 2021 വരെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്? ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 68 രൂപ മുതൽ 68 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു 22 ആ റേഞ്ച് വരുന്നത്. 20 രൂപക്കാണ് വണ്ടി ലോഞ്ച് ചെയ്തിറക്കിയുണ്ടോ. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ഹോണ്ടോടെ ഏവിയേറ്റർ വരുന്നുണ്ട്. ഏവിയേറ്റർ 2019 വണ്ടി. 19 രണ്ടും 19 ആണ്. രണ്ടും 19. ഇതൊക്കെ 68 രൂപ വരും. 68 രൂപ ഉള്ളു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 സംതിങ് ഡൗൺ പേയ്മെന്റ്. ഇത് ഏതാണ്? ഗ്രാസിയ 125. ഇത് 2019 വണ്ടി. ഗ്രാസിയ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്, പക്ഷെ അധികം ഷോപ്പിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഗ്രാസിയ കുറവായിരിക്കും. ഓക്കെ. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ഇതിന് 2019 മോഡല്. ഇതും 70 രൂപ. 70 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ ഈ വണ്ടികൾ നോക്കണതിന് മുമ്പ് അവിടെ ഒരു 3 എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. പിന്നെ അത് കൂടാതെ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ്. അപ്പൊ ഇനിയും കുറച്ച് കളക്ഷനും കൂടി വരാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ ഒരു 3 ചാമ്പ്യന്മാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വണ്ടികളിലോട്ട് പോവാം. അപ്പൊ അത് നമ്മുടെ എക്സ്പൾസ്. ഇപ്പൊ ലാസ്റ്റ് ഒരു റെഡ് കളർ ഉണ്ടായല്ലോ എക്സ്പൾസ്, അത് സെയിലായി. ഓക്കെ. പിന്നെ ഒരെണ്ണം വരാനുണ്ട്, ഇനി റെഡും കൂടി വരാനുണ്ട്. ഓക്കെ. എക്സ്പൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റും ബ്ലാക്ക് ഒക്കെയാണ് കൂടുതലും നല്ലൊരു ഭംഗി വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം. 2019 ലാസ്റ്റ് വണ്ടി. 2019 ലാസ്റ്റ് 1.15 പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 1.15 പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഒരു ഡൗട്ട്, ഇവിടുത്തെ പ്രൈസ് ഒന്നും ഫിക്സ് അല്ലല്ലോ, സംസാരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തോളൂ. വ്യത്യാസപ്പെടുത്തി തരാം. നേരിട്ട് വന്ന് സംസാരിച്ച് ഓക്കെ ആയി കഴിഞ്ഞാല്. പിന്നെ അതുകൂടാതെ ഇവിടെ നൽകണ ഓഫർ അത് വേറെ ഒരു ഷോപ്പിലും അങ്ങനെ കൊടുക്കുന്നില്ല. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് നമ്മുടെ CT 100. ഇത് അത്യാവശ്യം ഈ ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഒരു 70 അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണല്ലോ. 70 പരം മൈലേജ് കിട്ടും. 70 കൂടുതൽ കിട്ടും മൈലേജ്. ശരിയാണ്. അപ്പൊ ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയൂ. 2019 വണ്ടികള്. 2019 മുതൽ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിനൊക്കെ ഒരു 50 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പൊ ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ ഒരു 20 സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 15 രൂപ ഇറക്കിയിട്ടുണ്ടോ. 15 രൂപക്ക് ഇറക്കാം. ഓക്കെ. ഇത് നമ്മുടെ അടുത്ത് പ്ലാറ്റിനം സെയിം തന്നെ. CT 100 പോലെ തന്നെ അതേ ഒരേ കമ്പനിയുടെ തന്നെയാണ്. പിന്നെ ഒരു പ്രൈസിലൊക്കെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം തന്നെ CT 100 സെയിം തന്നെ. ഇയർ ജസ്റ്റ് ഒന്ന് പറയൂ. 19 മോഡൽ വണ്ടികൾ. MRP റേറ്റ് വരുന്നത് 55 രൂപ. 55 രൂപ. അപ്പൊ നേരത്തെ പറഞ്ഞ സിവിലൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് സ്വന്തമാക്കാം. ഇതും ഹീറോയുടെ HF Deluxe. ഇതെന്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ്. ഇത് 2019 മോഡൽ തൊട്ട് 21 മോഡൽ വരെ ഉണ്ട്. 21 മോഡൽ വരെ ഉണ്ട്. ഇതൊക്കെ ഒരു 53 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 53 രൂപ മുതൽ സ്റ്റാർട്ടിങ്. അപ്പൊ നേരത്തെ പറഞ്ഞ 15,000 രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് സെറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മുടെ CB ഷൈൻ അല്ലേ? SP ഷൈൻ. ഹോണ്ട തന്നെ SP ഷൈൻ 125 5 ഗിയർ വരുന്ന വണ്ടി. 5 ഗിയർ. ഇതൊക്കെ ഒരു 66 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട്. 66 രൂപ മുതൽ സ്റ്റാർട്ട്. ഇതിന്റെയൊക്കെ മൈലേജ് ഏകദേശം ഇതിനൊക്കെ ഒരു 68-70 മൈലേജ്. നല്ലൊരു മൈലേജും കിട്ടും. പിന്നെ സ്പോർട്ടിയും ലുക്കും കൂടിയാണ്. പിന്നെ അടുത്തത് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? 66 മുതൽ സ്റ്റാർട്ടിങ്. ഓക്കെ. പിന്നെ അടുത്തത് ഗ്ലാമർ 19 മോഡൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 19 മോഡൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് 68 രൂപ. 68 രൂപ. ഡൗൺ പേയ്മെന്റ് നേരത്തെ നമ്മൾ 20 രൂപ തന്നെ. നമ്മൾ എല്ലാ മോഡൽസിന്റെയും പറഞ്ഞാൽ ചിലവർ ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഡൗൺ പേയ്മെന്റ് എത്രയെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാം എല്ലാ മോഡൽസിന്റെയും പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ പാഷൻ പ്രോ വരെയുണ്ട്. പാഷൻ പ്രോ നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നത് 55 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 55 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പാഷൻ പ്രോയുടെ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ, പല പല കളേഴ്സിലൊക്കെ ആയിട്ട്. 55 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഫിനാൻസിന്റെ ഡീറ്റെയിൽ നോക്കാം. ഫിനാൻസ് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറയും. നമ്മളിൽ ഇപ്പൊ 2 തരം ഫിനാൻസ് ഉള്ളത്. ലാൻഡ് ടാക്സ് വെച്ച് ചെയ്യുന്ന ഫിനാൻസ് ഉണ്ട്. ലാൻഡ് ടാക്സ് ഇല്ലാണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം വെച്ച് ചെയ്യുന്ന ഫിനാൻസും ഉണ്ട്. ഓക്കെ. ലാൻഡ് ടാക്സ് വെച്ച് ചെയ്യുന്ന ഫിനാൻസ് ആകുമ്പോൾ 1 വർക്കിന്റെ ലോൺ പാസ് ആവാൻ ഒരു ദിവസം എടുക്കും. അതല്ല ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം ചെയ്യണമെങ്കിൽ അരമണിക്കൂറോട് നമുക്ക് ലോൺ പാസ്സായി വണ്ടി കൊണ്ടുപോകാം. അതായത് സ്പോട്ട് ലോൺ പോലെ. എമൗണ്ട് കൂട്ടി അടക്കണം. ഇപ്പൊ കുറഞ്ഞ പൈസ ഉള്ളവங்க പേടിക്കണ്ട, നമ്മൾ ലോൺ ചെയ്ത് തരും. പക്ഷെ 1 വർക്കിന്റെ 1 ഡേ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഒരു ദിവസം. ചില സ്ഥലത്തൊക്കെ ചിലപ്പോ 1-2 ആഴ്ച വരെ നീളണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കുറവാണെങ്കിലും ടെൻഷൻ ആവേണ്ട. ഒരു ദിവസം കൊണ്ട് നമുക്ക് റേറ്റ് ചെയ്താൽ വണ്ടി കൊണ്ടുപോകാം. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എല്ലാവർക്കും.
പിന്നെ അതുകൂടാതെ പിന്നെ വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ആധാർ കാർഡ്, പാൻ കാർഡ് അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ ഫിനാൻസിങ്ങും വേണ്ട തന്നെ. ഓക്കെ, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ബാങ്കിന്റെ ഒരു പാസ്ബുക്ക്, പിന്നെ അവരെ ഫോട്ടോ, അത്രയും ഡീറ്റെയിൽ ആണ് കോമൺ ആയിട്ട് വേണ്ടത്. പിന്നെ ചില വണ്ടികളുടെ പ്രൈസ് അനുസരിച്ച് ചെറിയ ഡോക്യുമെന്റ്സും കൂടി അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. ചിലപ്പോൾ ലാൻഡ് ടാക്സും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കാവുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ഈ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 പീടിക. കയ്പമംഗലം 3 പീടിക HP പെട്രോൾ പമ്പിന്റെ അവിടെ. ഹൈവേയില് ഉള്ള ഹൈവേന്ന് ഒരിത്തിരി ഉള്ളിലേക്ക് HP പെട്രോൾ പമ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോ തന്നെ ഒരു സർവീസ് സെന്റർ അഥവാ നമുക്ക് ഷോപ്പിന്റെ പുറമേയുള്ള വിഷ്വൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളെ HP പമ്പിന്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു സർവീസ് സെന്റർ കാണാം. ആ സർവീസ് സെന്ററിന്റെ തൊട്ട് അടുത്തായിട്ടാണ് നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സ്. പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിരിക്കും നമ്മുടെ ഷോപ്പിന്റെ ഇത് വരുന്നത്. പക്ഷെ നമ്മുടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ, ഒരു വലിയൊരു ബൈക്കിന്റെ ലോകം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വൻ കളക്ഷൻസ് തന്നെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലേ. പിന്നെ അതുകൂടാതെ ഓഫേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും, അതായത് നോർമലി സാധാ ഒരു സ്കൂട്ടർ ആണെങ്കിലും ഏറ്റവും കൂടിയ വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ്. അത് അങ്ങനെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. പിന്നെ അത് കൂടാതെ 2 ഹെൽമെറ്റ്, ഇപ്പം ഞാൻ മാത്രം ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, പുറത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഹെൽമെറ്റ് വേണ്ടേ. അപ്പോൾ 2 ഹെൽമെറ്റ് ഈ ഒരു ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ RC ബുക്കിലെ നെയിം ട്രാൻസ്ഫർ അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഏത് വണ്ടിയാണെങ്കിലും 6 മാസം എഞ്ചിൻ വാറണ്ടി നൽകുന്നുണ്ട്. അത് എൻ്റെ ഒരു അറിവിൽ വേറെ ഇത്രയും നല്ല സർവീസ് വേറൊരു യൂസ്ഡ് ബൈക്ക് ഷോപ്പിൽ എൻ്റെ അറിവിൽ ഇതുവരെയും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു കളക്ഷൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.